നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ട്രംപ് വീണ്ടും അമേരിക്കയുടെ ഭരണാധികാരിയായി ചുമതലയേറ്റതിനു ശേഷം ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും പലതരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെല്ലാവരും ഏറെ ഉറ്റുനോക്കിയിരുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധവും റഷ്യ യുക്രൈൻ യുദ്ധവുമാണ്. ഇതിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലികമായ ഒരു വെടിനിർത്തലാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരു തീരുമാനത്തിലെത്തുവാനായിട്ട് അല്ലെങ്കിൽ തീരുമാനം എടുപ്പിക്കാനായിട്ട് ട്രംപിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. പലതരത്തിലുള്ള ചർച്ചകളും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു അറ്റാക്കാണ് സംഭവിച്ചിരിക്കുന്നത്. സിറിയൻ അൽ ഖ്വയ്ദ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹുറാസ് അൽ ദിനിന്റെ തലവനെ US സൈന്യം വകവരുത്തിയിരിക്കുകയാണ്. അതിന്റെ വീഡിയോ സഹിതമാണ് ഇപ്പോൾ US പുറത്തുവിട്ടിരിക്കുന്നത്. വടക്ക് പടിഞ്ഞാറൻ സിറിയയിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് മുഹമ്മദ് യൂസഫ് സിയ തലായ കൊല്ലപ്പെട്ടതെന്ന് US സൈന്യം അറിയിച്ചു. ഫെബ്രുവരി 23-നാണ് സൈന്യം വ്യോമാക്രമണം നടത്തിയത്. മുഹമ്മദ് യൂസഫ് സിയ സഞ്ചരിച്ച കാറിന് നേരെ ആകാശത്തു നിന്നും വെടിയുതിർക്കുകയായിരുന്നു. വിജനമായ സമതലത്തിലൂടെ ഓടിക്കൊണ്ടിരുന്ന കാറിന് നേരെ വ്യോമാക്രമണം നടത്തുന്നത് US സൈന്യം പങ്കുവച്ച ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഫെബ്രുവരി 23-ന് US സെൻട്രൽ കമാൻഡ് അതായത് സെൻകോം വടക്ക് പടിഞ്ഞാറൻ സിറിയയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അൽ ഖ്വയ്ദ അനുബന്ധ സംഘടനയായ ഹുറാസ് അൽ ദിൻ അതായത് HAD നേതാവായ മുഹമ്മദ് യൂസഫ് സിയ തലായെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഭീകരരെ തുടച്ചു നീക്കാനുള്ള സെൻട്രൽ കോമിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഈ ഒരു എയർ സ്ട്രൈക്ക് എന്നാണ് US സെൻട്രൽ കമാൻഡ് എക്സിൽ പറഞ്ഞിരിക്കുന്നത്. ഫെബ്രുവരി 21-ന് നടത്തിയ മറ്റൊരു വ്യോമാക്രമണത്തിലൂടെ ഹുറാസ് അൽ ദിനിന്റെ മുതിർന്ന നേതാവ് വസീം തഹസീൻ US സൈന്യം വധിച്ചിരുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന US തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് സ്ഫോടനാത്മക വാർഹെഡിന് പകരം മെറ്റൽ ബ്ലേഡുകൾ ഉൾക്കൊള്ളുന്ന നിഞ്ച മിസൈൽ എന്നറിയപ്പെടുന്ന AGM-114R-96 ഹെൽ ഫയർ മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സിറിയൻ അൽ ഖ്വയ്ദ എന്ന് വിളിക്കപ്പെടുന്ന ഭീകര സംഘടനയാണ് ഹുറാസ് അൽ ദിൻ. 2018 ഫെബ്രുവരിയിലാണ് ഇത് രൂപം കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വർഷം ജാനുവരിയിൽ ഭീകര സംഘടനയെ പിരിച്ചുവിട്ടുവെന്ന് പ്രഖ്യാപിച്ചതായി AFP അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഫെബ്രുവരി 23-നാണ് US സെൻട്രൽ കമാൻഡ് സേന വടക്ക് പടിഞ്ഞാറൻ സിറിയയിൽ കൃത്യമായ വ്യോമാക്രമണം നടത്തുകയും അൽ ഖ്വയ്ദയുടെ അനുബന്ധ സംഘടനയായ ഹുറൈസ് അൽ ദിൻ എന്ന ഭീകര സംഘടനയുടെ മുതിർന്ന സൈനിക നേതാവ് മുഹമ്മദ് സിയ തലായെ ലക്ഷ്യമിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. സിവിലിയന്മാർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കുമെതിരെ ആക്രമണം ആസൂത്രണം ചെയ്യാനും സംഘടിപ്പിക്കാനും നടത്താനുമുള്ള തീവ്രവാദികളുടെ ശ്രമങ്ങളെ തടസ്സപ്പെടുത്താനും ഈ ഒരു മേഖലയിൽ നിന്ന് പൂർണ്ണമായി ഇവരെ തുടച്ചു നീക്കാനും ആ മേഖലയിലെ പങ്കാളികൾക്കൊപ്പം സെൻകോം നിരന്തരമായിട്ടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. വിജനമായ ഒരു സമതലത്തിലൂടെ നീങ്ങുന്ന ഒരു കാർ ഡ്രൈവർ സീറ്റിൽ കൃത്യമായി വെടിവെക്കുന്നത് കാണിക്കുന്ന ദൃശ്യങ്ങളും അവർ പങ്കിട്ടിട്ടുണ്ട്. വെടിയേറ്റ സ്ഥലത്തെ പാടുകളോടുകൂടി അല്പം നേരം ഈ ഒരു കാറ് സഞ്ചരിച്ച ശേഷം അത് ഒരു സ്ഥലത്തായിട്ട് അത് നിൽക്കുകയാണ്. അതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ രാജ്യത്തിന്റെ സൈനിക പ്രവർത്തനങ്ങളുടെ ചുമതല US സെൻട്രൽ കമാൻഡിനാണ്. സമാനമായ രീതിയിൽ ഫെബ്രുവരി 21-ന് ഹുറാസ് അൽ ദിനിന്റെ മുതിർന്ന നേതൃത്വ സഹായി വസീം തഹസിനെയും കൃത്യമായ വ്യോമാക്രമണത്തിലൂടെ വധിച്ചതായി US സൈന്യം പ്രഖ്യാപിച്ചിരുന്നു. അൽ ഖ്വയ്ദയുടെ സിറിയയിലെ ഔപചാരിക സാന്നിധ്യമെന്ന് US കണക്കാക്കുന്ന ഹുറാസ് അൽ ദിൻ ഈ വർഷം ജാനുവരിയിൽ പിരിച്ചുവിടൽ പ്രഖ്യാപിച്ചതായും AFP റിപ്പോർട്ട് ചെയ്യുന്നു. 2024 ഡിസംബറിൽ സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ ഭരണം വിമതസേന അട്ടിമറിച്ചതിനു ശേഷം ഗ്രൂപ്പ് സ്വയം പിരിച്ചുവിട്ടു. ഹുറാസ് അൽ ദിൻ നേതാക്കളെ US സേന അടുത്തിടെ പുറത്താക്കിയതും സംഘടനയുടെ പിരിച്ചുവിടലിന് ശേഷമാണ്. പശ്ചിമേഷ്യയിലെ പ്രതിരോധ അച്ചുതണ്ടിന്റെ മുനയായിരുന്നു സിറിയയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒടിഞ്ഞത്. ഇറാനും അത് നേതൃത്വം നൽകുന്ന ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി സംഘങ്ങൾക്കും റഷ്യയ്ക്കുമേറ്റ തിരിച്ചടിയായിരുന്നു സിറിയയിലെ അസദിന്റെ പതനം. തുർക്കിക്ക് വേണ്ടത് അസദിനെ പുറത്താക്കലായിരുന്നു. ഇസ്രായേലിന്റെ ആവശ്യം ഇറാനെ ദുർബലപ്പെടുത്തുകയും. അമേരിക്കയ്ക്ക് കിട്ടിയത് ഒരു വെടിക്ക് 2 പക്ഷികളെയാണ്. സിറിയയിലെ റഷ്യൻ സാന്നിധ്യം ഇല്ലാതാക്കി ഇറാന്റെ പശ്ചിമേഷ്യയിലെ ആധിപത്യത്തിന് തടയിടാനും സാധിച്ചു. അസദിനെ പുറത്താക്കിയ അതേ ദിവസം തന്നെ 1974 മുതൽ നിലവിലുണ്ടായിരുന്ന തന്ത്രപ്രധാനമായ ഗോലാൻ കുന്നുകളിൽ ഇസ്രായേലിനെയും സിറിയൻ സൈന്യത്തെയും വേർതിരിക്കുന്ന ഐക്യരാഷ്ട്രസഭ പട്രോളിംഗ് നടത്തുന്ന ഒരു ബഫർ സോണിലേക്ക് ഇസ്രായേൽ സൈന്യം അതിക്രമിച്ച് കയറിയിരുന്നു. അതേസമയം ഇസ്രായേലിലെ നടപടികളെയും സിറിയൻ പ്രദേശത്തേക്കുള്ള കടന്നുകയറ്റത്തെയും അപലപിച്ച് അവരുടെ ആക്രമണവും നിയമലംഘനങ്ങളും നിർത്താൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ സിറിയ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിമത സംഘടനകളുടെ ആവശ്യങ്ങളെ പാടെ തള്ളിയാണ് ഇസ്രായേൽ സിറിയയിൽ വ്യാപകമായിട്ടുള്ള വ്യോമാക്രമണം നടത്തുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് സിറിയയിലേക്ക് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്.